ജിയോമെട്രിക്കൽ ഐസോമർസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ എഴുതുമ്പോൾ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഇത് നിങ്ങളാരും വരുത്താൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞുതരാണ്. ജിയോമെട്രിക്കൽ ഐസോമർസ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടിന് എറൗണ്ട് ആയിട്ട് വരുന്ന ഒരു കോൺഫിഗറേഷൻ എല്ലാവരും നോക്കുക അല്ലേ. അപ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ ജിയോമെട്രിക്കൽ ഐസോമർസും പോസിബിളാണ്, ഇവിടെയും പോസിബിളാണ്. പക്ഷേ മൂന്നാമത്തെ സ്ട്രക്ചർ നോക്കിക്കേ, അതിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇവിടെ പോസിബിളാണ്, പക്ഷേ ആക്ച്വലി ഇത് ജിയോമെട്രിക്കൽ ഐസോമർസും കാണിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഡബിൾ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്ത കാർബൺ ആറ്റംസ്, അതിലുള്ള ഓരോ കാർബണിലുള്ള ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഈ ഒന്നാമത്തെ സ്ട്രക്ചർ നോക്കിയാൽ ഈ ഡബിൾ ബോണ്ടിൽ 2 കാർബൺസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്ത ആരൊക്കെയാണ്? മീഥൈൽ ഗ്രൂപ്പും ഹൈഡ്രജനും, രണ്ടും ഡിഫറെൻ്റ് അല്ലേ. അതേപോലെ രണ്ടാമത്തെ കാർബണിലോ ഈഥൈൽ ഗ്രൂപ്പും ഹൈഡ്രജനും, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇത് ജിയോമെട്രിക്കൽ ഐസോമർസും കാണിക്കും. ഇനി രണ്ടാമത്തെ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കേ, ഇതിലും ഒന്നാമത്തെ കാർബണിൽ ഹൈഡ്രജൻ മീഥൈൽ ഗ്രൂപ്പാണുള്ളത്, രണ്ടാമത്തെ കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പും ഹൈഡ്രജനും, അപ്പോൾ ഇതും കാണിക്കും. എന്നാൽ ഇവിടെ തന്ന മൂന്നാമത്തെ സ്ട്രക്ചർ ജിയോമെട്രിക്കൽ ഐസോമർസും കാണിക്കില്ല. കാരണം ഇതിലെ ഫസ്റ്റ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, 2 സെയിം ഗ്രൂപ്പ് അല്ല, 2 സെയിം ആറ്റം ഡബിൾ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്ത് ഒരു കാർബണിൽ വന്നാൽ അത് ജിയോമെട്രിക്കൽ ഐസോമർസും കാണിക്കില്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമിന് എക്സാമ്പിളായിട്ട് എഴുതുമ്പോൾ ഇതേപോലെ എഴുതി പോകാൻ പാടില്ല.